കൊച്ചു ത്രേസ്യ ലോകത്തിൽ നിന്ന് ഒളിച്ചോടിയതല്ല, മറിച്ച് അവൾ ലോകത്തെ മുഴുവൻ ലിസ്സുവിലെ കർമ്മല മഠത്തിലേക്ക് കൊണ്ടുവരികയായിരുന്നു. എന്നിട്ട് അവൾ ഈ ലോകത്തെ ഈശോയുടെ കണ്ണുകളിലൂടെ നോക്കിക്കാണാൻ തുടങ്ങി. ഇതായിരുന്നു പ്രിയരെ കൊച്ചു ത്രേസ്യയുടെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തന ശൈലി. കൊച്ചു ത്രേസ്യ നമ്മോട് പറയുന്നത് ഇപ്രകാരമാണ്: യേശുവിന് നമ്മോടുള്ള സ്നേഹം നമുക്ക് മനസ്സിലാക്കാവുന്നതിനേക്കാളും അപ്പുറമാണ്. ഈശോയ്ക്കൊരു ആഗ്രഹമുണ്ട്, നാം എല്ലാവരും ആത്മാക്കളുടെ രക്ഷയിൽ പങ്കുചേരണം. സത്യത്തിൽ നമുക്ക് വേണ്ടി നമ്മെ കൂടാതെ ഒന്നും ചെയ്യാൻ യേശു ആഗ്രഹിക്കുന്നില്ല. ലോകം സൃഷ്ടിച്ച ദൈവം ഒരു മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, ഒരു പാവം ആത്മാവിൻ്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള ആത്മാക്കളെ രക്ഷിക്കുവാൻ തീരുമാനമെടുത്ത് അതിനാൽ കൊച്ചു ത്രേസ്യ ഈശോയോട് പ്രാർത്ഥിച്ചു: ഈശോയെ, എനിക്ക് ഒരു പ്രേക്ഷിതയാവണം. ലോകത്തിൻ്റെ 5 കോണുകളിലേക്കും ഒരുപക്ഷെ ചെന്നെത്താനാവാത്ത ദ്വീപുകളിലേക്കും പോയി എനിക്ക് ഈശോയുടെ സുവിശേഷം പ്രസംഗിക്കണം. പ്രിയമുള്ളവരെ, കർമ്മല പിണ്ടാമഠത്തിൻ്റെ മതിൽക്കെട്ടുകളെ പ്രാർത്ഥന കൊണ്ട് ഒരു പാലമാക്കിയപ്പോൾ അവൾക്ക് മിണ്ടാമഠത്തെ തന്നെ പ്രേക്ഷിത സ്ഥലമാക്കുവാൻ സാധിച്ചു.